പ്രൈസ് ദ ലോർഡ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്ത് ഒക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. സ്തോത്രം. മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ നയിച്ച് യോർദാൻ അക്കരെ കൊണ്ടുപോയി ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് അവർക്ക് ആ അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് ദൈവം നിയോഗിച്ചത് യോശുവയെയാണ്. മോശയോട് കൂടെ നടന്ന് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളൊക്കെ കണ്ട യോശുവ ആ ദൈവത്തോടും മോശയോടും പറ്റി നിന്നു. ആമേൻ. യോശുവ എന്ന ആ മനുഷ്യൻ യഹോവയുടെ ആലയത്തോട് പറ്റിയിരുന്നവനായിരുന്നു. അവനോട് ദൈവം കൽപ്പിക്കുകയാണ്, ഇനി ഈ ജനത്തെ നയിക്കേണ്ടത് നീയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സാധാരണക്കാരനായ ഈ മനുഷ്യനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അവനോട് കർത്താവ് പറയുക, അതിൻ്റെ ഈ 9 വാക്യത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ദൈവമായ കർത്താവ് അവനോട് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. അതിൻ്റെ 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, അതിൻ്റെ 9-ാമത്തെ വാക്യം, ഈ വാക്യങ്ങളിൽ 3 സ്ഥലത്തും കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഹല്ലേലൂയ. ദൈവഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ്, ഭ്രമിച്ചു നോക്കേണ്ട, അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവമക്കളായ നമ്മളോട് കർത്താവ് പറയുന്നൊരു കാര്യം, കർത്താവ് നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് ദൈവം തരുന്നു. വെറുതെ നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കത്തില്ല. ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ, നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ആ കൂടെ ദൈവം അതിനുള്ള സോഴ്സും ദൈവം തരും, അതിനുള്ള ധൈര്യം ദൈവം തരും. കാരണം യോശുവയെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നിസ്സാര കാര്യമല്ല. ഇത്രയും ജനത്തെ യോർദാൻ അക്കരെ കടന്ന് കൊണ്ടുചെന്ന് അവിടെയുള്ള യുദ്ധങ്ങൾ ചെയ്ത് ജയിക്കണം. ആ യുദ്ധം ചെയ്ത് ജയിച്ച ദേശം അടക്കി ഈ ജനത്തിന് അവിടെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുക്കണം. മുമ്പോട്ടുള്ള ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നാം അത് കാണാനായിട്ട് കഴിയും. ദൈവം യോശുവയോട് കൂടെ ഇരുന്ന് ആ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. യോശുവയോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു. ദൈവം അവന് ഉറപ്പും ധൈര്യവും കൊടുത്തു. സ്തോത്രം. ഉറപ്പ് നഷ്ടപ്പെടുത്തുന്ന, ധൈര്യം നഷ്ടപ്പെടുത്തിക്കളയുന്ന, ചോർത്തിക്കളയുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് നീ ആദ്യം പ്രാപിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഭയപ്പെട്ടു പോകുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. നാം സാധാരണ മനുഷ്യരാണ്. ആമേൻ. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ്. നാം ഭയപ്പെടുന്നത് എന്താണ്? നമ്മൾ ഹല്ലേലൂയ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ? നമുക്കിവിടം വിട്ട് ഹല്ലേലൂയ നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ കർത്താവിനെ അനുഗമിപ്പാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, സ്വയം അവൻ ഉള്ള സ്വാധീനങ്ങളെല്ലാം മാറ്റിവെക്കണം. കർത്താവ് ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ഈ ഈ ഈ ഈ ലോക സ്വാധീനങ്ങൾ ഇവൻ്റെ പുറകെ വരാൻ പാടില്ല. ഹല്ലേലൂയ. മോശയെ നോക്കുക. മോശയെ കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ മോശ പല കഴിവുകളൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും ദൈവം മോശയെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു. മോശയെ അത് ഏറ്റെടുത്തു. അതിശക്തമായി ദൈവം മോശയെ ഉപയോഗിച്ചു. 40 വർഷം മരുഭൂമിയിൽ കൂടി ഈ മനുഷ്യരെ നടത്തിക്കൊണ്ടുവരുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു. മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചു. അതുപോലെ ഒരു പ്രവാചകനോടും ദൈവം സംസാരിച്ചില്ല. മോശ ദൈവത്തിനു വേണ്ടി തന്നെ വിട്ടുകൊടുത്തു. ആ യേശു കർത്താവിൻ്റെ കൽപ്പന പോലെ തന്നെത്താൻ ത്യജിച്ച് തന്നെ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യനെ ദൈവം ധൈര്യവാനാക്കി തീർത്തു. മോശയോട് ദൈവം പറഞ്ഞു, നീ കനാൻ ദേശത്ത് കടക്കത്തില്ല. നീ ഇവരെ കൊണ്ടുവന്നെന്നുള്ളത് ശരിയാണ്, പക്ഷെ നീ കനാൻ ദേശത്ത് പോകത്തില്ല.
നിന്നെ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. മോവാബ് സമഭൂമിയിൽ ഹല്ലേലൂയ വെച്ച് നീ മരിക്കും. ആ പർവ്വതത്തിൻ്റെ മുകളിൽ, പിസ്ഗ കൊടുമുടിയുടെ മുകളിൽ നീ മരിക്കും. നീ അവിടെ കയറി വരണം. നോക്കുക, ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് കൊണ്ടുചെന്ന് മോശയോട് പറഞ്ഞ് നീ ഇവിടെ മരിക്കും. മോശ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുവാൻ കർത്താവ് പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. ധൈര്യപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെ ഭയമില്ലാത്ത മോശയെ നമുക്കവിടെ കാണാൻ കഴിയും. അയ്യോ കർത്താവേ, എനിക്ക് ഞാൻ ഇത്ര ഓടി, ഇത്ര ഞാൻ അധ്വാനിച്ചു, ഞാൻ ഇങ്ങനെ മരിക്കാനാണോ വന്നത് എന്നൊന്നും ചോദിച്ചില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ ഏൽപ്പിക്കത്തക്ക രീതിയിൽ അവൻ്റെ ജീവിതവും കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ചെയ്യുന്നതല്ല. അവൻ്റെ ജീവിതവും കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തവരായിരുന്നു ഭക്തന്മാർ. അങ്ങനെയുള്ളവരും മരണത്തെ ഭയമില്ല. ലോകത്തിൽ എന്ത് വന്നാലും ഭയം വരാത്തതിൻ്റെ കാരണം എന്താ? അവരുടെ ജീവിതം മുഴുവൻ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തവരാ. നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഉറപ്പില്ലാത്തതിൻ്റെ, നാം പലതിനെയും ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് ഈ ലോകത്തോട് ചില കെട്ടുപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെടാൻ ചിലത് പുറകിലുണ്ടെന്നുള്ള ചിന്തയാണ് നാം ഭയപ്പെടുന്നതിന് കാരണം. കർത്താവ് നമ്മളോട് പറയുകയാണെന്നിരിക്കട്ടെ, നാളെ നീ മരിക്കും എന്ന് നമ്മളോട് പറയുമ്പോൾ നാം ഭയപ്പെടും. ഉള്ളിൽ ഭയമുള്ളവരായി മാറുന്നു എങ്കിൽ കർത്താവിന് നമ്മിൽ പ്രസാദിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഭീരുക്കളെ ദൈവം ഉപയോഗിക്കത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഭീരുത്വമുള്ള മനസ്സിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിയില്ല. ഉറപ്പും ധൈര്യവുമുള്ളവരാക്കി കർത്താവ് നമ്മെ മാറ്റും. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർ സാധാരണ മനുഷ്യരായിരുന്നു. മുക്കുവന്മാരായിരുന്ന, സാധാരണ ജോലി ചെയ്തിരുന്ന അന്നത്തെ സാധാരണക്കാരായ മനുഷ്യർ. വലിയ വിദ്യാഭ്യാസമോ ഒന്നും കുലമഹിമകളോ ഒന്നും ഉണ്ടായിരുന്ന ആളുകളല്ലായിരുന്നു. എന്നാൽ കർത്താവ് അവരെ 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന് അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും പലരും എന്ത് ചെയ്യുന്നു? ധൈര്യമില്ലാത്തവരായി മാറി. പത്രോസിൻ്റെയൊക്കെ ധൈര്യം നമ്മൾ കണ്ടതാണ്. ഞാൻ നിന്നോടുകൂടെ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് യേശുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന പത്രോസ്. പക്ഷെ അവന് 3 പ്രാവശ്യം ആ രാത്രിയിൽ തന്നെ തള്ളിപ്പറയേണ്ടി വന്നു. മരണഭയം അവനെ പിടികൂടി. ഒരു ഭീരുത്വമുള്ളവനായി അന്ന് രാത്രി പത്രോസ് മാറി. പത്രോസിന് മനസ്സിലായി യേശുവിനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ അല്ല എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും പല കാര്യങ്ങൾ വരുമ്പോഴും നാം പതറിപ്പോകുന്നവരാ. നമുക്ക് കർത്താവിനോട് ശരിയായിട്ടുള്ള സ്നേഹം ഉണ്ടോ നന്നാരാണ് വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിനെ വിളിച്ച് പത്രോസിനോട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നു. പക്ഷേ 3 പ്രാവശ്യവും പത്രോസ് സമ്മതിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, പക്ഷേ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിനക്ക് വേണ്ടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ആ സ്നേഹം അങ്ങോട്ട് വരുന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എനിക്ക് നിന്റെ കയ്യിലേക്ക് വിട്ടുതരാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെത്താൻ ഇതുവരെ എനിക്ക് ത്യജിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി മരിക്കുവാനുള്ള സ്നേഹം എന്നിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നില്ല. സ്തോത്രം. പത്രോസിനെ ദൈവം ധൈര്യമുള്ളവനാക്കി മാറ്റി. ഹല്ലേലൂയ. യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ പ്രാപിച്ചതിന് ശേഷം അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ഹല്ലേലൂയ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടന്തനെ സൗഖ്യമാക്കിയതിനു ശേഷം അവർ വിസ്തരിക്കപ്പെടുകയാണ്. മതപ്രമാണികളാൽ വിസ്തരിക്കപ്പെടുമ്പോൾ അവർ ഹല്ലേലൂയ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തെന്നാൽ സൗഖ്യമായി എന്ന് നിങ്ങളിന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, ഞങ്ങളെ വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. ഈ ധൈര്യം ഇവർ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഇവരുടെ നാവിൽ ഇവരുടെ ആ ധൈര്യം കണ്ടിട്ട് മതപ്രമാണികൾ, മതപുരോഹിതന്മാർ പേടിച്ചുപോയി, ആശ്ചര്യപ്പെട്ടു പോയി. അവർ പറയുകയാണ്, അതിലെ 12-ാമത്തെ വാക്യം, 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുക. പത്രോസ് ആരുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞോ, അതേ മനുഷ്യരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം അവരുടെ മുഖത്ത് നോക്കി പറയുക, യേശു ക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷിക്കപ്പെടുവാനായിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയത്തക്ക രീതിയിൽ അവരുടെ ധൈര്യമുള്ളവനായി മാറി, ഉറപ്പുള്ളവരായി മാറി. ഹല്ലേലൂയ! എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി? ഹല്ലേലൂയ! അവർ തങ്ങളെ തന്നെ കർത്താവിന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, മരിക്കുവാനുള്ള, യേശുവിന് വേണ്ടി മരിക്കുവാനുള്ള സ്നേഹം പത്രോസിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി കഴിഞ്ഞപ്പോൾ ഉറപ്പും ധൈര്യമുള്ളവരായി അവർ മാറുവാനിടയായി തീർന്നു. പ്രിയരെ, ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും ഒന്നും ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ! പകുതി ഇവിടെയും പകുതി അവിടെയും എന്നുള്ള പരിപാടി കർത്താവിൻ്റെ രാജ്യത്തിൽ ഇല്ല. ഹല്ലേലൂയ! ക്രിസ്ത്യാനിയാകുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാം പേരുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്ന കാര്യമല്ല. കർത്താവ് പറയുന്നത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ, നീ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹമുണ്ടോ? സ്വയം ത്യജിച്ചേ പറ്റൂ. നിനക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ, നിനക്കുള്ളത് വിടുക എന്ന് പറഞ്ഞാൽ, നിനക്ക് ഈ ലോകവുമായിട്ടുള്ള കെട്ടുപാടുകളുണ്ട്, നിനക്ക് പലതും നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയുണ്ട്. ഹല്ലേലൂയ! അതെല്ലാം വിട്ടേ എൻ്റെ പിന്നാലെ നിനക്ക് വരാനായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ ഈ ഭീരുത്വം മനസ്സിൽ നിന്ന് മാറിയേ കഴിയത്തുള്ളൂ എന്ന് കർത്താവ് പറയുകയാണ്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ട് മതപ്രമാണികൾ ആശ്ചര്യപ്പെട്ടെങ്കിൽ, ഇത് നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ നിന്ന് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന കർത്താവ് പറഞ്ഞത്. ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അധൈര്യപ്പെട്ടു പോകുന്നവരെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഭീരുക്കളെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ! നഷ്ടബോധമില്ലാതെ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ചിന്ത, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്തയോടെ കർത്താവിനെ സേവിക്കാൻ കഴിയില്ല. സ്തോത്രം! ബൈബിളിലൂടെ നീളം നാം ഭക്തന്മാരെ നോക്കുമ്പോൾ, അവരുടെ വിശ്വാസ ജീവിതം നോക്കുമ്പോൾ ധൈര്യമുള്ളവരായി, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എന്നാൽ അവന് ധൈര്യപൂർവ്വം ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ! കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അവനെ ഉറപ്പും ധൈര്യമുള്ളവനാക്കി. അസാധാരണ പ്രവൃത്തികൾ ഈ സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ദൈവം. ഹല്ലേലൂയ! രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുവാൻ ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഈ സാധാരണക്കാരാകുന്ന നമ്മളെയും ദൈവം ഉപയോഗിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ! ദൈവത്തിന് അസാധാരണ പ്രവൃത്തികൾ നമ്മിൽ ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ! ഭക്തന്മാരാരും വലിയ ആളുകളായിരുന്നില്ല, അവരെ സാധാരണക്കാരായ മനുഷ്യർ. യെശയ്യാവ്, യിരെമ്യാവ്, പ്രവാചകന്മാർ ഒക്കെ സാധാരണക്കാരായ മനുഷ്യർ. അവരെ കർത്താവിന് അവരെ അങ്ങ് സ്വയം വിട്ടുകൊടുത്തപ്പോഴാണ് ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമ്മൾ പലരും ഹല്ലേലൂയ, നമ്മൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ മുഴുവനായി കർത്താവിന് വിട്ടുകൊടുക്കാതെ കർത്താവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം! ഈ ദിവസങ്ങളിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുവാൻ, ഉറപ്പും ധൈര്യമുള്ളവരായി യോശുവയെ പോലെ, മോശയെ പോലെ കർത്താവിന് മുമ്പിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ, അങ്ങനെ കർത്താവിന് ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളായി നാം മാറുവാൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.